ഹായ് ലേണേഴ്സ്, ഏവർക്കും നമസ്കാരം. ഐപ്രസ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കേഡറ്റ് കാറ്റഗറി 2, 3 പരീക്ഷകളില് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാർട്ട് 1 നമ്മൾ എന്ത് പഠിച്ചു? സന്ധി പഠിച്ചു. അപ്പൊ ഈ വ്യാകരണം സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടാണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശബ്ദം. എന്താണ് ശബ്ദം? ശബ്ദത്തിന്റെ ഉൾപ്പിരിവുകൾ എന്തൊക്കെയാണ്? അതിൽ തന്നെ ശബ്ദ വിഭാഗങ്ങളിൽ വരുന്ന നാമങ്ങൾ എന്ന് പറയുന്ന പോർഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകേണ്ടത്. അപ്പൊ പഠനം സീരിയസ് ആയിട്ട് എടുക്കേണ്ടുന്ന സമയം വളരെയധികം അടുത്തു കഴിഞ്ഞു. കേഡറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഏപ്രിൽ 27-ാം തീയതി വരെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ആ തീയതി വരെ പോകാതെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടതാണ്. കാരണം 26-ാം തീയതി 27-ാം തീയതി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ സൈറ്റിൽ കയറുന്ന സമയത്ത് സൈറ്റ് ജാം ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ജൂൺ 3-നാണ് ഹോൾ ടിക്കറ്റ് ലഭിക്കുക. പതിവ് പോലെ ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും കേഡറ്റ് 1, 2, 3, 4 കാറ്റഗറി ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇപ്പോഴും അതിൽ യാതൊരു മാറ്റവുമില്ല. ജൂൺ 22, 23 തീയതികളിലായിരിക്കും അടുത്ത കേഡറ്റ് പരീക്ഷ വരുന്നത്. അപ്പൊ അറിയാലോ, വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് നമ്മുടെ മുൻപിൽ ഉള്ളത്. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾ വ്യാകരണം എന്നുള്ള പോർഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന വിധത്തിലാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെ നമുക്ക് ആദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ക്രിയാനാമം ഏത്? ഓപ്ഷൻ എ ഇരിപ്പ്, ഓപ്ഷൻ ബി മാല, ഓപ്ഷൻ സി സഹ്യൻ, ഓപ്ഷൻ ഡി മിടുക്ക്. താഴെ പറയുന്നവയിൽ ക്രിയാനാമം ഏത്? അപ്പൊ ഇത്തരത്തില് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചോദ്യം കാണിക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ചോദ്യം വരാം എന്നതിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാകണം. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണല്ലോ പഠിക്കുന്നത്. നമുക്ക് സബ്ജക്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എഴുത്തല്ല വരുന്നത്, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ അത്തരത്തില് എങ്ങനെയാണ് ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരിക എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കാനാണ് ആദ്യം തന്നെ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരവും ഇന്നത്തെ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശബ്ദം അർത്ഥമുള്ള അക്ഷരമോ അക്ഷരക്കൂട്ടമോ ആണ് ശബ്ദം. അതായത് ഒരു അർത്ഥത്തെ, ഒരു ആശയത്തെ സംവേദനം ചെയ്യാൻ തക്ക ശേഷിയുള്ള ഒരു അക്ഷരമോ ഒരു അക്ഷരക്കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശബ്ദം എന്ന് വിളിക്കുന്നത്. ഒരു ഭാഷയിലെ അർത്ഥമുള്ള ഏറ്റവും ചെറിയ ഘടകമാണ് ശബ്ദം. അതായത് ഒരു ഭാഷയിലെ ഒരു അർത്ഥത്തെ തരാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു അർത്ഥത്തെ സംവേദനം ചെയ്യുന്ന ഏറ്റവും ചെറിയ ഘടകത്തെ നമുക്ക് എന്ത് വിളിക്കാം? ശബ്ദം എന്ന് വിളിക്കാം. വർണ്ണങ്ങൾ ചേർന്ന് അക്ഷരങ്ങളും അക്ഷരങ്ങൾ ചേർന്ന് ശബ്ദവും ഉണ്ടാകുന്നു. വെരി ഇമ്പോർട്ടന്റ്. വർണ്ണങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നു? അക്ഷരങ്ങൾ ഉണ്ടാകുന്നു. ഈ അക്ഷരങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നു? ഒരു ശബ്ദം ഉണ്ടാകുന്നു. അല്ലെ? നീ, വാ, പോ, അവൻ, നിങ്ങൾ, മരം, രാമൻ, ഓ, എങ്കിൽ, എന്ന, കൊണ്ട്, പറ്റി, കുറിച്ച് തുടങ്ങിയവയെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? ശബ്ദത്തിന് ഉദാഹരണങ്ങളാണ്. നീ, അവിടെ കൃത്യമായിട്ടൊരു ആശയം നമുക്ക് കിട്ടുന്നുണ്ട്. വാ, ഇല്ലേ? അവിടെ 2 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ വാ എന്നുള്ളതില്. പക്ഷെ എന്താണ്? ഇങ്ങോട്ട് വരൂ എന്നുള്ളൊരു ആശയം നമുക്ക് കിട്ടുന്നുണ്ട്. പോ, എന്താണ്? അവിടേക്ക് പോകൂ. അവൻ, നിങ്ങൾ, മരം, രാമൻ, ഓ, എങ്കിൽ, എന്ന, ഇതിലൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കൃത്യമായിട്ടുള്ള ഒരു ആശയം നമുക്ക് സംവേദിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ പകർന്നു നൽകാനായിട്ടോ കഴിയുന്നുണ്ട്. അപ്പൊ ഇവയെല്ലാം തന്നെ എന്തിന് ഉദാഹരണമാണ്? ശബ്ദത്തിന് ഉദാഹരണമാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്താണ്? വർണ്ണങ്ങൾ ചേർന്ന അക്ഷരവും അക്ഷരങ്ങൾ ചേർന്ന് ശബ്ദവും ഉണ്ടാകുന്നു. ശബ്ദങ്ങൾക്ക് 2 വിഭാഗങ്ങളുണ്ട്, വാചകവും ദ്യോതകവും. ശബ്ദങ്ങളെ നമുക്ക് എത്തരത്തിൽ തിരിക്കാം? 2 ആക്കി തിരിക്കാം, വാചകമെന്നും ദ്യോതകമെന്നും. ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും 2ആയി തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ എന്താണ് വാചകം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വാച്യമായ ഒരർത്ഥമുള്ളതാണ് വാചകം. ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞാൽ വാച്യമായ ഒരു അർത്ഥമുള്ളതാണ് വാചകം. ഇവിടെ വാചകം എന്ന് പറയുന്നത് വാക്യം, സെന്റൻസ് എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. നിയതവും സാങ്കേതികവുമായിട്ടുള്ള ഒരു അർത്ഥമുള്ള ശബ്ദത്തെയാണ് നമ്മൾ വാചകം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം താമര, മരം, കളിക്കുക, ഇവയെല്ലാം തന്നെ എന്താണ്? വാചക ശബ്ദമാണ് എന്ന് പറയാം. ഇവയെല്ലാം തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു അർത്ഥത്തെ കാണിക്കുന്നുണ്ട്. അർത്ഥത്തെ വചിക്കാൻ കഴിയുന്നത്, പറയാൻ കഴിയുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? വാചകം എന്ന് വിളിക്കാം. ശബ്ദങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശബ്ദങ്ങളെ 2ആക്കി തിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? വാചകമെന്നും ദ്യോതകമെന്നും.
അതിൽ വാചകം എന്താണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ദ്യോതകമാണ്. സ്വതന്ത്രമായി നിൽക്കാൻ കഴിയാത്തവയും, ശ്രദ്ധിക്കണം, സ്വതന്ത്രമായി നിൽക്കാൻ കഴിയാത്തവയും മറ്റു ശബ്ദങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അവയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുന്ന ശബ്ദങ്ങളെ, അല്ലെങ്കിൽ ശബ്ദങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുകയോ ചെയ്യുന്ന ശബ്ദമാണ് ദ്യോതകം എന്ന് പറയുന്നത്. എന്താണ് ദ്യോതകം? ഇവയ്ക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല, മറ്റു ശബ്ദങ്ങളോട് ചേർന്ന് മാത്രമാണ് നിൽക്കുന്നത്. അത്തരത്തിൽ മറ്റു ശബ്ദങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അവയുടെ അർത്ഥത്തെ, അതായത് ഏത് ശബ്ദത്തോടാണോ ചേർന്ന് നിൽക്കുന്നത് അതിന്റെ അർത്ഥത്തെ പരിഷ്കരിക്കുകയോ വെളിപ്പെടുത്തുകയോ ശബ്ദങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുകയോ ചെയ്യുന്ന ശബ്ദത്തെ നമുക്ക് എന്ത് വിളിക്കാം? ദ്യോതകം എന്ന് വിളിക്കാം. അർത്ഥത്തെ ദ്യോതിപ്പിക്കുക അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ദ്യോതകങ്ങളുടെ ധർമ്മം. ഓ, രാമനും കൃഷ്ണനും. അപ്പൊ രാമനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം അവിടെ സൂചിപ്പിക്കുകയാണ്. രാമനും കൃഷ്ണനും. രാമനോ കൃഷ്ണനോ, അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ, നീ അങ്ങോട്ട് പോയി എങ്കിൽ. എങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് തന്നെ ഒരു സെന്റൻസ് പറയും. അപ്പൊ ആദ്യത്തെ കാര്യത്തെയും രണ്ടാമത്തെ കാര്യത്തെയും കൂട്ടിയിണക്കുന്നതാണ് എങ്കിൽ എന്നുള്ളത്. എന്നാ, കൊണ്ട്, പറ്റി, കുറച്ച്, കുറിച്ച്, തൊട്ട്, വരെ, ഹാ, ഹി, അയ്യോ, കഷ്ടം തുടങ്ങിയവയെല്ലാം തന്നെ എന്തിന് ഉദാഹരണമാണ്? ദ്യോതകത്തിന്റെ ഉദാഹരണമാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ദ്യോതകം ഏത് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനുകളും വായിച്ചു നോക്കാം. എന്നിട്ട് ഈ ഓപ്ഷനുകൾ ഒറ്റയ്ക്ക് നിൽക്കുമോ എന്ന് നോക്കാം. ഇപ്പൊ നോക്കൂ, തൊട്ട്. തൊട്ട് എന്നുള്ളത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പദമല്ല. ഉച്ച തൊട്ട് വൈകുന്നേരം വരെ. അപ്പൊ ഉച്ചയോട് ചേർന്ന് നിൽക്കുന്നതാണ് തൊട്ട് എന്നുള്ളത്. കുറിച്ച്, അതിനെ കുറിച്ച്, കവിതയെ കുറിച്ച്, നോവലിനെ കുറിച്ച്, സാഹിത്യത്തെ കുറിച്ച്, കാലാവസ്ഥയെ കുറിച്ച് ചേർന്ന് നിൽക്കുന്നതാണ് അല്ലെ. ഉച്ചവരെ, വൈകുന്നേരം വരെ. അപ്പൊ വരെ എന്നുള്ളതും മറ്റൊരു പദത്തിനോട് കൂടി നിന്നുകൊണ്ട് അതിന്റെ അർത്ഥത്തെ വെളിപ്പെടുത്തുകയോ കൂട്ടിയെടുക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾക്കൊരു പക്ഷേ ചോദ്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ ഉത്തരമായിട്ട് ദ്യോതകങ്ങൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ എന്താണ് വാചകമെന്നും എന്താണ് ദ്യോതകമെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. ശബ്ദങ്ങളെ രണ്ടാക്കി തിരിക്കുന്നു, വാചകമെന്നും ദ്യോതകമെന്നും. അപ്പൊ എന്താണ് വാചകമെന്നും പറഞ്ഞു, എന്താണ് ദ്യോതകങ്ങൾ എന്നും പറഞ്ഞു. വാചക ശബ്ദങ്ങൾ. അപ്പൊ ശബ്ദത്തെ വാചകം എന്നും ദ്യോതകം എന്നും രണ്ടാക്കി തിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. വാചകം എന്താണെന്നും ദ്യോതകം എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് വാചകങ്ങളെ എത്രയാക്കി തിരിക്കാം? മൂന്നാക്കി തിരിക്കാം. നാമങ്ങൾ, ക്രിയകൾ, ഭേദകങ്ങൾ. വാചക ശബ്ദങ്ങളെ മൂന്നാക്കി തിരിക്കാം. നാമങ്ങൾ, ക്രിയകൾ, ഭേദകങ്ങൾ. ഇതിലെ നാമങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. ക്രിയകളെ കുറിച്ചും ഭേദകങ്ങളെ കുറിച്ചിട്ടും അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം. എന്നുവെച്ചാൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയതും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നതുമാണ്. അപ്പൊ എന്താണ് നാമങ്ങൾ? നാമങ്ങൾ എത്ര വിധമുണ്ട്? ഓരോന്നിനുമുള്ള ഉദാഹരണങ്ങളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. വാചക ശബ്ദങ്ങളെ മൂന്നാക്കി തിരിക്കുന്നു. നാമങ്ങൾ, ക്രിയകൾ, ഭേദകങ്ങൾ. എന്താണ് നാമങ്ങൾ? ഏതെങ്കിലും ഒന്നിന്റെ പേരായി നിൽക്കുന്ന ശബ്ദമാണ് നാമം. ഒരു വ്യക്തിയാകാം, ഒരു വസ്തുവാകാം, ഒരു സ്ഥലമാകാം, ഒരു ആശയമാകാം എന്നിവയെല്ലാം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദമാണ് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് നാമം. ജനാർദ്ദനൻ ഒരു വ്യക്തിയുടെ പേരല്ലേ? ജാഫർ, ജോൺ, അനിൽ, സുനിൽ, മുഹമ്മദ് ഇവയൊക്കെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഇനി വസ്തുവിനെ സൂചിപ്പിക്കുന്നത് നോക്കൂ. കല്ല്, ചെമ്പ്, സ്വർണം, മരം, കുന്ന്, പേന, പെൻസിൽ ഇതെല്ലാം ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി സ്ഥലം, ചെന്നൈ, മുംബൈ, കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂര്, കേരളം, ഇന്ത്യ, ഓസ്ട്രേലിയ, ചൈന ഇതൊക്കെ എന്താണ്? സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തില് ഇവയെല്ലാം എന്താണ്? നാമങ്ങളാണ്. ഏതെങ്കിലും ഒന്നിന്റെ പേരായി നിൽക്കുന്ന ശബ്ദത്തെ നമുക്ക് എന്ത് വിളിക്കാം? നാമം എന്ന് വിളിക്കാം. വളരെയധികം പ്രാധാന്യം നൽകേണ്ടതും സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിച്ചു കാണാവുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നാമങ്ങളുടെ വിഭജനം. നാമങ്ങളെ എത്രയാക്കി തിരിച്ചിരിക്കുന്നു? ഉദാഹരണങ്ങൾ ഏവ. സ്ഥിരമായിട്ട് മത്സര പരീക്ഷകളിൽ മലയാള വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ മുൻനിർത്തി ധാരാളമായിട്ട് വന്നു കാണാറുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് എപ്രകാരം ക്വിക്ക് റിവിഷന് സഹായകരമാകുന്നു അപ്രകാരം നിങ്ങൾ നോട്ട് സ്വന്തമായ രീതിയിൽ എഴുതി തയ്യാറാക്കേണ്ടതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന വിധത്തില് സ്മാർട്ട് ആർട്ടിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളിപ്പോൾ നോട്ട് ഈ വീഡിയോ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, നാമങ്ങളെ എത്രയാക്കി തിരിച്ചിരിക്കുന്നു? മൂന്നാക്കി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്
ഏതൊക്കെയാണവ? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. നാമങ്ങൾ എത്രയാക്കി തിരിക്കുന്നു? 3 ആക്കി തിരിക്കുന്നു. ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ഇതിലെ ദ്രവ്യനാമത്തെ വീണ്ടും 4 ആക്കി തിരിച്ചിട്ടുണ്ട്. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നാമങ്ങളെ നമുക്ക് എത്രയാക്കി തിരിക്കാം? 3 ആക്കി തിരിക്കാം. ഏതൊക്കെയാണവ? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ദ്രവ്യനാമത്തെ 4 ആക്കി തിരിക്കാം. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ശബ്ദങ്ങളിൽ നിന്നാണ് തുടങ്ങിയത് അല്ലെ? ശബ്ദങ്ങളെ വാചകങ്ങളെന്നും ദ്യോതകങ്ങളെന്നും 2 ആക്കി തിരിക്കുന്നു. വാചകങ്ങളെ ക്രിയകൾ, നാമങ്ങൾ, ഭേദകങ്ങൾ എന്ന് 3 ആക്കി തിരിക്കുന്നു. അതിലെ നാമങ്ങളെ നമുക്ക് എങ്ങനെ തിരിക്കാം? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം എന്ന് തിരിക്കാം. ദ്രവ്യനാമത്തെ സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്നും തരംതിരിക്കാനായിട്ട് കഴിയും. ഇനി ഇവ ഓരോന്നും എന്താണ് എന്ന് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഉദാഹരണങ്ങൾക്ക് പ്രാധാന്യമുണ്ട് കേട്ടോ. ഉദാഹരണങ്ങളെ മുൻനിർത്തിയിട്ടാണ് ചോദ്യങ്ങൾ വരിക. ദ്രവ്യനാമം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വസ്തുവിനെ, ഒരു ദ്രവ്യത്തെ കുറിക്കുന്നതിനെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? ദ്രവ്യനാമം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ദ്രവ്യം എന്ന് നോക്കണം അല്ലെ? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതും അവസ്ഥാഭേദങ്ങളുള്ളതും ഘനമുള്ളതും വിസ്താരമുള്ളതുമായിട്ടുള്ള ഏതൊരു വ്യക്തിയെയും അല്ലെങ്കിൽ വസ്തുവിനെയും നമുക്ക് എന്ത് വിളിക്കാം? ദ്രവ്യം എന്ന് വിളിക്കാം. അത്തരത്തിൽ പെടുന്നവയെ എല്ലാം കുറിക്കുന്ന ശബ്ദങ്ങളാണ്, നാമങ്ങളാണ് എന്ത് വിളിക്കുന്നത്? ദ്രവ്യനാമം എന്ന് പറയുന്നത്. മരം, ചെടി, പുല്ല്, കല്ല്, കോഴി, മയിൽ, മരം, വാഴ, ഒരു വ്യക്തിയുടെ പേര്, കല്ല്, ഇവൻ, അവൻ എന്നിവയെല്ലാം തന്നെ നമുക്ക് എന്തിൽ പെടുത്താനായിട്ട് സാധിക്കും? ദ്രവ്യനാമങ്ങളിലെ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. ദ്രവ്യനാമത്തെ നമുക്ക് വീണ്ടും 4 ആക്കി തിരിക്കാം എന്ന് പറഞ്ഞു അല്ലെ? ദ്രവ്യനാമത്തിന് പല അവാന്തര വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണവ? സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്നിവയാണവ. ഇനി ഇവ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് നോട്ട് നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി ദ്രവ്യനാമത്തിന്റെ 4 ആയിട്ടുള്ള തിരിവുകളെ കുറിച്ച് പറഞ്ഞു. അവ ഓരോന്നും എന്താണ് എന്ന് നോക്കാം. സംജ്ഞാനാമം. അപ്പൊ ദ്രവ്യനാമത്തെ 4 ആക്കി തിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് സംജ്ഞാനാമം. ഒരു വ്യക്തിയെ പ്രത്യേകം കുറിക്കുന്നതാണ് സംജ്ഞാനാമം. അതായത് ഒരേ സ്വഭാവവും സ്വരൂപവും ഉള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പ്രത്യേകം എടുത്തു പറയുന്നതിനെ സംജ്ഞാനാമം എന്ന് പറയാം. ഒരു കൂട്ടം വസ്തുക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ ഒന്നിനെ എടുത്തു പറയുന്നതാണിത്. അനിൽ, അന്ന. അപ്പൊ അനിൽ എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ ഒരു കൂട്ടം ഉണ്ടാവും. അതിൽ നിന്ന് ഒരാളെ മാത്രം നമ്മൾ എടുത്തു പറയുകയാണ് അനിൽ, അന്ന. അതുപോലെ നമുക്ക് 14 ജില്ലകളുണ്ട് അല്ലെ? അതിൽ നിന്ന് ഓരോ ജില്ലക്കും ഒരുമിച്ച് ഒരു പേരാണോ? അല്ല, വ്യത്യസ്ത പേരുകളാണ്. കൊല്ലം, തിരുവനന്തപുരം, കണ്ണൂര്, ആലപ്പുഴ, തൃശ്ശൂര്. അതുപോലെ പക്ഷികളിലെ മയിലുണ്ട്, കുയിലുണ്ട്, കാക്കയുണ്ട്, താറാവുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് അല്ലെ? അപ്പൊ കാക്ക, കോഴി, അത്തരത്തിലെ കുന്നുകളും പർവ്വതങ്ങളും ഒരുപാടുണ്ട് അല്ലെ? ഹിമവാൻ. നദികൾ ഒരുപാടുണ്ട്, ഗംഗ, കാവേരി എന്നിങ്ങനെ കൂട്ടങ്ങളിൽ നിന്ന് ഒറ്റയായി പറയുന്നതെല്ലാം നമ്മൾ എന്ത് വിളിക്കുന്നു? സംജ്ഞാനാമത്തിൽ ഉൾപ്പെടുത്തുന്നു. അടുത്തത് സർവനാമമാണ്. നാമത്തിന് പകരം നിൽക്കുന്ന നാമമാണ് സർവനാമം. സർവ്വതിനും നാമമായി നിൽക്കുന്ന നാമത്തെ നമുക്ക് എന്ത് വിളിക്കാം? സർവനാമം എന്ന് വിളിക്കാം. എല്ലാറ്റിനെയും കാണിക്കാൻ ഉപയോഗിക്കുന്നതിനെ സർവനാമം എന്ന് വിളിക്കാം. അവ, ഇവ, എൻ, നിൻ തുടങ്ങിയവയെല്ലാം സർവനാമത്തിന് ഉദാഹരണമാണ്. അവരെല്ലാം, 10A കുട്ടികളെല്ലാം, അവരെല്ലാം ഇന്ന് ക്ലാസ്സിൽ വന്നു. അപ്പൊ അവ എന്ന് പറയുന്നത് സർവ്വതിനെയും കുറിക്കുന്നതാണ്. ഇവയെല്ലാം നല്ല പുസ്തകങ്ങളാണ്. ഇവ എന്ന് പറയുന്നത് എന്തിനെ കുറിക്കുന്നതാണ്? സർവനാമത്തെ കുറിക്കുന്നതാണ്. അടുത്തത് സാമാന്യനാമമാണ്. സാമാന്യനാമം ഒരു പ്രത്യേക വിഭാഗത്തെ കാണിക്കുന്നതാണ് സാമാന്യനാമം. ഒരേ സ്വഭാവത്തോടും സ്വരൂപത്തോടും കൂടിയ ഒന്നിനെ കൂട്ടമായി എടുത്തു കാണിക്കുന്നതാണ് സാമാന്യനാമം. ഇതിൽ വസ്തു, വ്യക്തി, സ്ഥലം തുടങ്ങിയവയെ കൂട്ടമായി പറയുന്നു. മനുഷ്യർ, പക്ഷികൾ, മൃഗങ്ങൾ, മക്കൾ, പർവ്വതങ്ങൾ, മരങ്ങൾ, നദികൾ എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ്. അതായത് മനുഷ്യൻ, മൃഗം, മരം, ചെടി എന്നിവയെല്ലാം നമ്മളൊരു സാമാന്യ വിഭാഗത്തെ മൊത്തത്തിലായിട്ട് പറയുന്നതാണ് അല്ലെ? ഇപ്പൊ മനുഷ്യര് തന്നെ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ഇതര വിഭാഗങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പൊ അവയെല്ലാം കൂട്ടിയിട്ട് നമ്മൾ മനുഷ്യർ എന്ന് വിളിക്കുന്നു. കാക്ക, കോഴി, തത്ത തുടങ്ങിയ പക്ഷികളെ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ പക്ഷികൾ എന്ന് പറയുന്നു. ആന, പുലി, സിംഹം, പാമ്പ്
എല്ലാത്തിനെയും കൂട്ടിയിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? മൃഗങ്ങൾ എന്ന് വിളിക്കുന്നു. മക്കൾ, പർവ്വതങ്ങൾ, മരങ്ങൾ, നദികൾ എന്നിങ്ങനെ ഒരേ സ്വഭാവത്തോടും സ്വരൂപത്തോടും കൂടിയ ഒന്നിനെ കൂട്ടമായി എടുത്തു കാണിക്കുന്നവയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. മേയനാമം ഇമ്പോർട്ടന്റ് ആണ്, മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട്. ഒറ്റയായോ കൂട്ടമായോ എടുത്തു പറയാൻ സാധിക്കാത്തവയെ കുറിക്കുന്ന നാമത്തെയാണ് മേയനാമം എന്ന് വിളിക്കുന്നത്. ജാതി വ്യക്തി ഭേദം കൽപ്പിക്കാനാവാത്ത നാമമാണ് മേയനാമം. ആകാശം, മഴ, തീയ്, വെള്ളം, വെളിച്ചം, ഇരുട്ട്, വായു തുടങ്ങിയവയെല്ലാം ജാതി വ്യക്തി വ്യത്യാസമില്ലാത്തതിനെ കാണിക്കുന്നവയാണ്. അപ്പൊ ജലം, വായു, ആകാശം, സ്വർണം, ഇരുട്ട്, മഴ, തീയ് തുടങ്ങിയവയെല്ലാം എന്തിൽ ഉൾപ്പെടുന്നു? മേയനാമത്തിൽ ഉൾപ്പെടുന്നു. നാമത്തെ പ്രധാനമായിട്ടും മൂന്നാക്കി തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അവ? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. അതിലെ ദ്രവ്യനാമത്തെ സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം, മേയനാമം എന്നാക്കി തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നാമവിഭജനത്തിലെ ദ്രവ്യനാമത്തെ കുറിച്ചും ദ്രവ്യനാമത്തിന്റെ പിരിവുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഗുണനാമം. സിമ്പിൾ ആയിട്ട് പറയാം, ഒരു ഗുണത്തെ കുറിക്കുന്നതാണ് ഗുണനാമം. ഒന്നിന്റെ ഗുണത്തെ, സ്വഭാവത്തെ കാണിക്കുന്ന നാമമാണ് ഗുണനാമം. പ്രപഞ്ച പദാർത്ഥങ്ങളെല്ലാം പല ഗുണങ്ങളോട് കൂടിയുള്ളവ ആയിരിക്കും. അത്തരം ഗുണങ്ങളിൽ ഒന്നിനെ സൂചിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന നാമമാണ് ഗുണനാമം. മിടുക്ക്, അവൻ നല്ല മിടുക്കനാണ്, അവൾ നല്ല മിടുക്കിയാണ്. സാമർത്ഥ്യം, ധൈര്യം, സൗന്ദര്യം, നന്മ, ചീത്ത, വെളുപ്പ്, ചുവപ്പ്, കറുപ്പ്. ഇപ്പൊ നിറങ്ങളെല്ലാം തന്നെ ഗുണനാമമായിട്ട് പലപ്പോഴും പരിഗണിക്കാറുണ്ട്. ഇവയെല്ലാം തന്നെ ഗുണനാമത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഗുണനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗുണത്തെ കുറിക്കുന്നതാണ്. അഴക്, നന്മ, വെണ്മ, മിടുക്ക് തുടങ്ങിയവയെല്ലാം തന്നെ എന്താണ്? ഗുണനാമങ്ങളാണ്. അടുത്തത് ക്രിയാനാമമാണ്. ആ പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലേ, ഒരു ക്രിയയെ കാണിക്കുന്നതാണ് എന്ത്? ക്രിയാനാമം. പ്രവൃത്തിയെ കാണിക്കുന്ന ശബ്ദങ്ങളാണ് ക്രിയകൾ. ക്രിയകളെ കുറിക്കുന്ന നാമങ്ങളാണ് ക്രിയാനാമം. എല്ലാ ക്രിയകൾക്കും ക്രിയാരൂപവും നാമരൂപവും ഉണ്ട്. അതിൽ നാമരൂപമാണ് ക്രിയാനാമം എന്ന് അറിയപ്പെടുന്നത്. കൊടുക്കുക എന്നുള്ളത് ക്രിയയാണ്. കൊടുക്കൽ എന്നുള്ളത് എന്താണ്? നാമമാണ്. കൊടുക്കൽ, വാങ്ങൽ, കരുതൽ, നടപ്പ്, ഇരിപ്പ്, മുറിവ്, ചതവ്, വീഴ്ച, പെയ്ത്ത്, കൊയ്ത്ത്, നടത്തം, കണ്ടുപിടുത്തം, പഠിത്തം തുടങ്ങിയവയെല്ലാം തന്നെ ക്രിയാനാമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കൃത്യമായിട്ട് ഉദാഹരണങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മെ സഹായിക്കും. അപ്പൊ നാമങ്ങൾ എന്തൊക്കെയാണ്, നാമങ്ങളുടെ വിഭജനങ്ങൾ ഏതൊക്കെയാണ്, ഓരോന്നിനുമുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നാമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ചോദ്യം കണ്ടു അല്ലെ, താഴെ പറയുന്നവയിൽ ക്രിയാനാമം ഏത്? അപ്പൊ ക്രിയാനാമം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു പ്രവൃത്തിയെ, ഒരു ക്രിയയെ കുറിക്കുന്ന നാമത്തെ ക്രിയാനാമം എന്ന് നമുക്ക് പറയാം. അപ്പൊ A, B, C, D എന്നിവയിൽ ഒരു ക്രിയ, പ്രവൃത്തിയെ കുറിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, ഇരിപ്പ്. അപ്പൊ താഴെ പറയുന്നതിൽ ക്രിയാനാമം ഏതാണ്? ഇരിപ്പാണ്. ഓപ്ഷൻ എ, ഇരിപ്പ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ന് നമ്മൾ നാമങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, മനസ്സിലായി എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകാല ചോദ്യപേപ്പറിലെ ഒരു ചോദ്യം നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. മേയനാമം ക്വസ്റ്റ്യൻ മാർക്ക്, അത്രേ ഉള്ളൂ. മേയനാമം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഒരേ സ്വഭാവവും സ്വരൂപവും ഉള്ള കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പ്രത്യേകം എടുത്തു പറയുന്നത്. ഓപ്ഷൻ ബി, ഒറ്റയായോ കൂട്ടമായോ എടുത്തു പറയാൻ സാധിക്കാത്തവയെ കുറിക്കുന്ന നാമം. ഓപ്ഷൻ സി, നാമത്തിന് പകരം നിൽക്കുന്ന നാമം. ഓപ്ഷൻ ഡി, ഒരേ സ്വഭാവത്തോടും സ്വരൂപത്തോടും കൂടിയ ഒന്നിനെ കൂട്ടമായി എടുത്തു കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് മേയനാമം? ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും. എന്താണ് മേയനാമം എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അപ്പോൾ മേയനാമം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബിയിൽ സൂചിപ്പിച്ചിരിക്കുന്നതാണ് അല്ലെ. മേയനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റയായോ കൂട്ടമായോ എടുത്തു പറയാൻ സാധിക്കാത്തവയെ കുറിക്കുന്ന നാമമാണ് മേയനാമം. മേയനാമത്തിന് ഉദാഹരണം എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ജാതി വ്യക്തി വ്യത്യാസമില്ലാത്തവയെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് മേയനാമം എന്ന് നമ്മൾ പറഞ്ഞു. ഉദാഹരണമായിട്ട് ജലം, വായു, ആകാശം, സ്വർണം, തീയ്, മഴ എന്നിവയെല്ലാം എന്താണ്? മേയനാമമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം അല്ലെ. ഓപ്ഷൻ എ നോക്കൂ, ഒരേ സ്വഭാവവും സ്വരൂപവും ഉള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പ്രത്യേകം എടുത്തു പറയുന്നതാണ്. എന്താണത്? സംജ്ഞാനാമമാണ് അല്ലെ. രാമൻ, കൃഷ്ണൻ, രാധ തുടങ്ങിയവയെല്ലാം സംജ്ഞാനാമങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഓപ്ഷൻ സി എന്താണ്? നാമത്തിന് പകരം നിൽക്കുന്ന
കുറിക്കുന്ന നാമമാണ് എന്ത്? സർവനാമം. എല്ലാറ്റിനെയും കുറിക്കുന്ന നാമമാണ് സർവനാമം. അവ, ഇവ, എവ, എൻ, നിൻ എന്നുള്ളതെല്ലാം സർവനാമമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓപ്ഷൻ ഡി എന്തിനെ കുറിക്കുന്നതാണ്? നോക്കൂ, ഒരേ സ്വഭാവത്തോടും സ്വരൂപത്തോടും കൂടിയ ഒന്നിനെ കൂട്ടമായി എടുത്തു കാണിക്കുന്നതാണ് അല്ലെ? കൂട്ടമായിട്ട് എടുത്തു കാണിക്കുന്നത്, ഒരു പ്രത്യേക വിഭാഗത്തെ, ഗ്രൂപ്പിനെ എടുത്തു കാണിക്കുന്നതാണ് സാമാന്യനാമം. മനുഷ്യൻ, മൃഗം, മരം, ചെടി, പർവ്വതം തുടങ്ങിയവയെല്ലാം എന്താണ്? എന്ത് നാമമാണ്? സാമാന്യനാമമാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. മിടുക്ക് ഏത് നാമവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ക്രിയാനാമം, ഓപ്ഷൻ ബി മേയനാമം, ഓപ്ഷൻ സി ഗുണനാമം, ഓപ്ഷൻ ഡി സാമാന്യനാമം. മിടുക്ക് എന്നത് ഏത് നാമവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മിടുക്ക് എന്നത് എന്തിനെ കുറിക്കുന്നതാണ് എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. ഓപ്ഷൻ ഡി ആണ് അല്ലെ ശരിയായിട്ടുള്ള ഉത്തരം. മിടുക്ക് എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഒരു ഗുണത്തെ കുറിക്കുന്നതാണ്. അപ്പോ മിടുക്ക് എന്നത് ഏത് നാമവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഗുണനാമത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.